എല്ലാവർക്കും നിമിഷസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് 65 എങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചിക്കൻ 65, അതുപോലെ ഗോബി 65, പൊട്ടാറ്റോ 65 അതിന്റെയൊക്കെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു എഗ് 65 എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു സ്നാക്ക് ആയിട്ട് കഴിക്കാവുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. അതുപോലെ സ്റ്റാർട്ടർ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വൈറ്റ് മാത്രം മതി, യെല്ലോ പോർഷൻ വേണ്ട കേട്ടോ. യെല്ലോ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി നന്നായിട്ട് വരില്ല. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മാക്സിമം എത്ര ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല. ഇതുപോലെ മതി കേട്ടോ. ഇതുപോലെ ഞാനെല്ലാം കണ്ടില്ലേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ. പിന്നെ ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി മുറിച്ചതാണ്. അപ്പോൾ വെളുത്തുള്ളി മുറിച്ചത് ഞാൻ 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് 1/2 ടീസ്പൂൺ. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, എരിവുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക. കടലമാവിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോരുത്, അപ്പോൾ നന്നായിട്ട് വരില്ല. പിന്നെ ഒരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ളതാണെങ്കിൽ കുറച്ച് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബാറ്ററാക്കിയിട്ട് മാറ്റണം. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോണത്. അപ്പോൾ മുട്ട നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് ഈ മുട്ട കുറേശ്ശെയായിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, ചിലപ്പോൾ മുഴുവനായിട്ട് വേണ്ടി വരില്ല. ആദ്യം പകുതി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലമാവിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോരുത്. എഗ്ഗിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. കടലമാവ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല ഈ ഒരു എഗ് 65. അപ്പോൾ ഞാൻ ഈ മുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് അളവിൽ ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ഇതിലേക്ക് പിന്നെ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് അളവിൽ തന്നെ ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് ഇതൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സായിട്ട് വന്നാൽ മതി. കുറച്ചൊരു ലൂസായിട്ടിരിക്കണം, ഒരുപാട് എന്താ പറയുക കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല. കണ്ടില്ലേ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ എടുക്കണ സമയത്ത് നമുക്ക് ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യണ സമയത്ത് ഇത് ഒരുമിച്ചിരിക്കണം. ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഓയിൽ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലെ ഇട്ട് കൊടുക്കാം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു ഭാഗം ഒന്ന് കുക്കായതിന് ശേഷം, അതായത് കുറച്ചൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആവണ വരെയാണ്, അതായത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം, അതുവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അതിനുശേഷം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എഗ് 65 എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറം ഭാഗം കുറച്ചൊരു ച്യൂവി ആയിരിക്കും, പക്ഷേ ഉൾഭാഗം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ആവശ്യത്തിനൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒരുപാട് ഡാർക്ക് ഷെയ്ഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഒരു ഗോൾഡൻ ഷെയ്ഡ് തന്നെ മതി കേട്ടോ. ഞാൻ എല്ലാം ഇപ്പോൾ കോരി മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്കോ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മിക്സ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇനി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതും കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനിനിപ്പോൾ കോരി മാറ്റിയാണ്. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കണം. അപ്പോഴായിരിക്കും ഈ ഒരു എഗ് 65 നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച, അതായത് ഇപ്പോൾ ഫ്രൈ ചെയ്ത ഈ എണ്ണ മുഴുവനായിട്ട് നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രം മതി. 1 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പക്ഷേ ഓവറായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരണം, അത്രേ തന്നെ മതി. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 3-4 തണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഈ ഒരു എഗ് 65. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് 2 എണ്ണമാണ് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് 2 എണ്ണം കൂടി മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, അതുപോലെ കുറച്ച് എരിവും കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കുന്ന റെസിപ്പിയും ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ചില്ലി സോസ് ഉണ്ടല്ലോ, ഗാർലിക് ചില്ലി സോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അതിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടിയായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. ആ സമയത്ത് ക്യാമറ ഓഫായി പോയി, റെക്കോർഡ് മോഡ് ഓൺ ആയിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴായിരിക്കും ഈ ഒരു സോസും ഈ ഒരു എഗ്ഗും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വരാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് 65 റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചൂടോടുകൂടി തന്നെ കഴിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ എഗ് 65 എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെയോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിപ്പിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.